പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ, അസം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ബംഗാളിൽ 3200 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ഇന്ന് പ്രധാനമന്ത്രി നടത്തും. അസമിൽ 15,600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. സജു തോമസ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, അസം ബംഗാളിലുമൊക്കെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിക്കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ, അല്ലേ? അങ്ങനെ തന്നെയാണ്. അസം, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഇന്ന് പോവുകയാണ്. അടുത്ത വർഷമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, ബീഹാറിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ബീഹാറിലെ വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് ഏകദേശം 8 തവണയാണ് പ്രധാനമന്ത്രി ഈ സംസ്ഥാനം മാത്രം, അതായത് ബീഹാർ മാത്രം സന്ദർശിച്ചത്. 1.5 ലക്ഷത്തിലധികം കോടി രൂപയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബീഹാറിന് മാത്രം ചെലവാക്കിയത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ബീഹാർ ജനത BJPക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ബംഗാൾ പിടിക്കുക എന്നുള്ളത് BJPയുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുകയാണ്. വലിയൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് TMCയെ തറപറ്റിക്കുക എന്നുള്ളത് BJPയുടെ മുന്നിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിനും ബീഹാറിനും വേണ്ടി വലിയ പ്രഖ്യാപനങ്ങളാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഏകദേശം 15,600 കോടി രൂപയുടെ പ്രഖ്യാപനമാണ് അസമിൽ ഉണ്ടാകുന്നതെങ്കിൽ ബംഗാളിൽ 3,200 കോടി രൂപയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അസമിൽ BJP സർക്കാരാണ് ഭരിക്കുന്നത്, TMC ആണ് ബംഗാൾ ഭരിക്കുന്നത്. രണ്ടിടത്തും വലിയ തോതിൽ BJPക്ക് വെല്ലുവിളികൾ, പ്രത്യേകിച്ച് വലിയ തോതിൽ ഈ മുസ്ലിം വിഭാഗത്തെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നവർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യങ്ങൾ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ തോതിലൊരു സാമുദായിക വിഭജനത്തിന് തന്നെ BJP തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത്. എന്തായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ കാഴ്ചവെക്കേണ്ടി വരും. പ്രത്യേകിച്ച് ബംഗാളിൽ നമ്മൾ കണ്ടതാണ് TMCയും BJPയും തമ്മിലുള്ള രാഷ്ട്രീയ പോര് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിലനിൽക്കുകയാണ്. അതിനൊരു പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ്. പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തുനിന്നും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം.